നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ, ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ആയുർവേദ കോളേജിന് പ്രകോശം. എന്ന് ഞാൻ പറയാൻ പോകുന്നത് യോഗ അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ എക്സസൈസിൻ്റെ പ്രയോജനത്തെ പറ്റിയാണ്. അത് പറയുന്നതിന് മുമ്പായിട്ടൊരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മുടെ ഈ പഠിക്കുന്ന കുട്ടികളും ജോലി ചെയ്യുന്ന ആളുകളും പ്രത്യേകിച്ച് ഈ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കും അവർക്ക് ജോലി കിട്ടാനുള്ളൊരു സാധ്യതയും കൊടുക്കാനാണ് ഞാൻ ഈ പറയുന്നത്. ഉദാഹരണം, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആയുഷ് എന്ന് പറഞ്ഞൊരു പരിപാടി വെച്ചിട്ടുണ്ട്. ആയുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫോർ ആയുർവേദ, യു ഫോർ യുനാനി, വൈ ഫോർ യോഗ ആൻഡ് നാച്ചുറോപ്പതി, എസ് ഫോർ സിദ്ധ ആൻഡ് എച്ച് ഫോർ ഹോമിയോപ്പതിക് മെഡിസിൻ. അപ്പോൾ എന്താണ് ഈ സെൻട്രൽ ഗവൺമെൻറ് ഇപ്പം മാക്സിമം ഈ ആയുഷ് പ്രോഗ്രാം, അത് നമ്മുടെ ഡോക്ടേഴ്സിന് പോലും അതേപ്പറ്റി വലിയ ഗ്രാഹ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറഞ്ഞത്. അതായത് മോഡേൺ മെഡിസിൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? മാക്സിമം നമ്മൾ ഡ്രഗ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേപ്പറ്റി പറയുന്നെങ്കിൽ തന്നെയും എൻ്റെ MD ഇൻ മോഡേൺ മെഡിസിനാണ്. അപ്പോൾ നമുക്ക് ചില സന്ദർഭങ്ങളിൽ ഡ്രഗ്സ് കൊടുക്കാതെ പറ്റില്ല, ഡ്രഗ്സ് കൊടുത്തേ പറ്റുള്ളൂ. എന്നിരുന്നാലും ഒരുപാട് കാര്യങ്ങൾക്ക്, സോക്കേടുകൾക്ക് നമുക്ക് ഡ്രഗ്സിനെ ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ആയുഷ്. അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്, പ്രത്യേകിച്ച് മോദി ഗവൺമെൻറ് ആയുഷിനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം നമുക്ക് ഈ എല്ലാ മെഡിക്കൽ ഫെസിലിറ്റീസും, പ്രത്യേകിച്ച് വലിയ ഹോസ്പിറ്റലുകളും ഡോക്ടേഴ്സും സ്പെഷ്യൽ ഡോക്ടേഴ്സും എല്ലാം നമുക്ക് ഈ ഗ്രാമപ്രദേശങ്ങളിൽ വളരെ ചുരുക്കമായിട്ടേ കിട്ടാറുള്ളൂ. സിറ്റി ഏരിയയിൽ ഇതെല്ലാം അവൈലബിളാണ്. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ മാക്സിമം പേഷ്യൻസിന് പ്രയോജനം വരാൻ വേണ്ടിയിട്ടാണ് ആയുഷ് പ്രോഗ്രാം സെൻട്രൽ ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപ ചിലവാക്കിയാണ് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ആരും ഒരു പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഗ്രാമപ്രദേശം നമുക്ക് പറയാൻ ഒക്കത്തില്ല. കേരളം മുഴുക്കൊരു കോസ്മോപൊളിറ്റൻ സിറ്റിയാണ്. അതേസമയം തമിഴ്നാട്, ആന്ധ്ര, അതുപോലെ ബീഹാർ, അതുപോലുള്ള പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലം കിട്ടുകഴിഞ്ഞാൽ, ഒരു ഗ്രാമം വിട്ടുകഴിഞ്ഞാൽ അവിടെ ഒരു മെഡിക്കൽ ഫെസിലിറ്റീസും കിട്ടാനില്ല. അപ്പോൾ അതുപോലുള്ള സ്ഥലത്തിന് ഇതുപോലുള്ള ഡോക്ടേഴ്സ് മിക്കവാറും അവൈലബിൾ ആവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഇനി ഇവരെല്ലാം അവിടെ പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്, നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു പ്രോഗ്രാമാണ് യോഗ. യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേര് തന്നെ ദ യൂണിഫിക്കേഷൻ ഓഫ് മൈൻഡ് ആൻഡ് ബോഡി. നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ബന്ധിപ്പിക്കുന്ന ഒരു മെത്തേഡാണത്. അപ്പോൾ അത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആത്മഹത്യാ പ്രവണത വരെയും തൊട്ട് കോൾഡ് ടു ക്യാൻസർ വരെയും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും ക്യൂർ ചെയ്യാൻ സാധിക്കും. അപ്പം എൻ്റെ ഒരു ഉദാഹരണത്തിന് ഞാൻ തന്നെ യോഗ പല പേഷ്യൻസിനും അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഹാർട്ട് പേഷ്യൻ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഡയബറ്റീസ് വളരെ വളരെ ഇഫക്റ്റീവായിട്ടുള്ളതാണ്. ഇപ്പോൾ യോഗ എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കും ഇത് റിലിജിയൻ, ഇത് എക്സസൈസാണ്. ഈ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിനും മനസ്സിനും മാക്സിമം പ്രതിരോധശക്തി ഉണ്ടാവും. അതുപോലെ മറ്റ് രോഗങ്ങളെ വരാതിരിക്കാൻ അതാണ് പ്രതിരോധശക്തി. ഉള്ള സോക്കേട് മാറാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഈ യോഗ നമ്മളെന്ന് പറയുമ്പോഴത്തേക്കൊരു ഇപ്പോഴെല്ലാം ഒരു 5000 years തൊട്ട് നമ്മുടെ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. ഈ യോഗ പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനായിട്ടാണ് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കി നമ്മുടെ ഇന്ത്യയിൽ വരുന്നത്. എന്നാലും ഇപ്പം ലോകം മുഴുക്കയും യോഗ ഡേ തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ യോഗ ഡേക്ക് തന്നെ ഒരു 104 വയസ്സുള്ള ഒരാൾ നല്ല സുഖമായിട്ട് ജോലികളെല്ലാം ചെയ്യുന്നുണ്ട്. അയാൾക്ക് ഒരു സോക്കേടും ഇല്ല. അങ്ങനെ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു ½ an hour to 1 hour യോഗ പ്രാക്ടീസ് ചെയ്യും. പിന്നെ അതുപോലെ നാച്ചുറലായിട്ടുള്ള ഫുഡും, അത് വെജിറ്റേറിയൻ മാത്രം. അപ്പോൾ പ്രാധാന്യം കൂടുതലായിട്ട് യോഗയെപ്പറ്റി അറിയുന്നതിന് നിങ്ങൾക്ക് ഒരുപാട് യോഗ സെൻറ്റേഴ്സ് ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. അതിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട്, പൈസ വാങ്ങിച്ചിട്ട് ട്രെയിനിങ് കൊടുക്കുന്നത് കൊണ്ട് ഇപ്പോൾ മിക്കവാറുമുള്ള എല്ലാ സ്കൂളുകളിലും യോഗ ഉണ്ട്. അതുപോലെ മിക്കവാറുമുള്ള ഹോസ്പിറ്റലുകൾ, അലോപ്പതി ആയാലും മറ്റ് ഹോസ്പിറ്റലുകളായാലും യോഗ സെൻറ്റേഴ്സും യോഗ മാസ്റ്റേഴ്സും അവിടെയുണ്ട്.
എന്നിരുന്നാൽ തന്നെയും നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി തന്നെ യോഗയ്ക്ക് PhD വരെ കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ യോഗ പ്രാക്ടീസ് ഒഫീഷ്യലായിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളെ ഈ ഒരൊറ്റ സർട്ടിഫിക്കറ്റ് കൊണ്ട് തന്നെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറേക്കായി കൂടുതലും പ്രയോജനം ചെയ്യുന്ന യോഗയാണ്. അപ്പോൾ ഡോക്ടേഴ്സിനാണ് ഇത് ഏറ്റവും പ്രധാനം. കാരണം അവർക്കാണ് എപ്പോഴും ആങ്സൈറ്റി, ഡിപ്രഷൻ പറയുന്നതെല്ലാം ഉണ്ടാകുന്നത്. അതുപോലെ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് ഒരിക്കലും റെസ്റ്റ് ഇല്ല. അവർ പാവപ്പെട്ട ആളുകളെ രാത്രിയും പകലും ഇല്ലാത്ത ജോലിയാണ് ചെയ്യുന്നത്. അവർക്കും റെസ്റ്റ് ഇല്ല. ഇപ്പോൾ അതുകൊണ്ട് മോദി ഇന്ത്യയിലുള്ള എല്ലാ ആളുകൾക്കും ഒരു പ്രയോജനം കിട്ടത്തക്ക ഫ്രീ ആയിട്ട് തന്നെയാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ആൻജിയോഗ്രാം ഒഴിവാക്കുക, വലിയ ഡേഞ്ചറാണ്. അതിന് പകരം ഹാർട്ട് സ്കാൻ ചെയ്യുക. പിന്നെ ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് യാതൊരു പ്രയോജനം പേഷ്യൻ്റ് വരുന്നില്ല. അതുപോലെ തന്നെ ബൈപ്പാസ് സർജറി ഒഴിവാക്കുക. WHO ഇതെൻ്റെ വാക്കല്ല, WHOയുടെ വാക്കാണ്. WHO എന്ന് പറയുന്നത് മോർ ദാൻ 90% ബൈപ്പാസ് സർജറീസ് അൺവാണ്ടഡ്. 90% ബൈപ്പാസ് സർജറി ആവശ്യമില്ലാത്തതാണ്. എന്നാൽ 10% നമുക്ക് ആവശ്യമുണ്ട്. ഇതിൻ്റെ ലേറ്റസ്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. ഇപ്പോൾ ഇന്ത്യയിൽ പ്രധാനമായിട്ട് എൻ്റെ ഈ സെൻറ്ററിൽ ലേസർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ലേസർ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നതിന് യൂറോപ്പിലോ അമേരിക്കയിലോ ഭീമമായിട്ടുള്ള തുക ചിലവാക്കി പോകണം. അപ്പോൾ ഇത് നമ്മുടെ ബൈപ്പാസ് സർജറിയോ ആൻജിയോപ്ലാസ്റ്റിയുടെയോ നേരെ പകുതിയോ അതിലും വളരെ കുറച്ചേ വരുന്നുള്ളൂ. പേഷ്യൻസിന് ആയുസ്സിനും ആരോഗ്യത്തിനും ഫൈനാൻസിനും സാമ്പത്തികമായിട്ടും മെച്ചം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത് പറഞ്ഞെങ്കിൽ തന്നെ എൻ്റെ പ്രമാദമായ പേഷ്യൻസ് നമ്മുടെ മാർത്താണ്ഡവ മഹാരാജാവിൻ്റെ മകൻ പത്മനാഭവർമ്മ, പിന്നെ അതുപോലെ നമ്മുടെ പഴയ ഫോർമർ പ്രസിഡൻറ്റ് KR നാരായണ സാറ്, അദ്ദേഹത്തിനൊരു ബൈപ്പാസ് ചെയ്തു. രണ്ടാമത് ബൈപ്പാസ് ചെയ്യാൻ പറ്റില്ല. ഞാനവിടെ രാഷ്ട്രപതി ഭവനിൽ താമസിച്ച് ലേസർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അദ്ദേഹം ലോകം മുഴുക്ക പിന്നെ സഞ്ചരിച്ചു, മരിച്ചത് മറ്റു പല കാരണങ്ങൾ. പിന്നെ അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ, അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ടൊരു 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.